പുരാണങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ദ്വാരക നഗരി ദർശിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ദ്വാരക ശ്രീകൃഷ്ണന്റെ വാസസ്ഥാനമായി കരുതുന്നു. മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ഗരുഡനാണത്രേ കൃഷ്ണനു വേണ്ടി ദ്വാരക തിരഞ്ഞെടുത്തത്. ദ്വാരകാപുരിയുടെ പ്രാചീന നാമം കുശസ്ഥലി എന്നായിരുന്നു. രേവതൻ എന്ന ചക്രവർത്തി കുശസ്ഥലിയിൽ നഗരം പണിത് രാജ്യം ഭരിച്ചു വന്നു. ഈ മഹാരാജാവ് ദർഭ വിരിച്ച് യാഗം നടത്തിയതുകൊണ്ടാണ് കുശസ്ഥലി എന്ന പേർ കൈവന്നത്. രേവതൻ വൈവസ്വത മനുവിന്റെ പുത്രനായ ആനർത്തന്റെ പുത്രനാണ്. കുശസ്ഥലിയിൽ ആദ്യം കോട്ടകൾ പണിയിച്ചത് ആനർത്തനായിരുന്നു. രേവതൻ ആദ്യം പണിയിച്ച നഗരത്തിൽ അച്ഛൻ കോട്ടകൾ കെട്ടിക്കൊടുത്തതായും പറഞ്ഞു കേൾക്കുന്നു. ഇത് സമുദ്രത്തിൽ മുങ്ങിപ്പോയി പിന്നീട് വനമായി കിടന്നുവത്രേ. ആ പ്രദേശത്ത് ശ്രീകൃഷ്ണൻ വന്നപ്പോൾ ദ്വാരക എന്ന നഗരം സ്ഥാപിച്ചു. ഗുജറാത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ സമുദ്രതീരത്ത് ഇന്നും ദ്വാരക കാണാം. മറ്റൊരു കഥ ഇങ്ങനെയാണ്. കുശൻ എന്ന ദാനവൻ വളരെ ഉപദ്രവങ്ങൾ ചെയ്തപ്പോൾ അവനെ നശിപ്പിക്കാൻ ബ്രഹ്മാവ് പാതാളത്തിൽ പോയി മഹാബലിയോട് പറയുകയും ത്രിവിക്രമനുമായി മടങ്ങി വരികയും ചെയ്തു. ആയുധങ്ങൾ കൊണ്ട് അവനെ കൊല്ലാൻ എളുപ്പമല്ലെന്ന് ബോധ്യമായപ്പോൾ ത്രിവിക്രമ ഭഗവാൻ അവനെ ഭൂമിയിൽ കുഴിച്ചിടുകയും മുകളിൽ അവന്റെ ഉപാസനാമൂർത്തിയായ കുശേശ്വരലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഭഗവാൻ അവന് വരവും കൊടുത്തു. ദ്വാരകയിൽ വന്നിട്ട് കുശേശ്വരനെ ദർശിക്കാത്തവരുടെ പുണ്യത്തിൽ പകുതി കുശേശ്വരന് ലഭിക്കുമെന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുശേശ്വര ദർശനം നടത്താത്ത ദ്വാരകായാത്ര പൂർണ്ണമാകുന്നില്ലെന്ന് പറയപ്പെടുന്നു. സ്വർണപുരിയായും ഇത് അറിയപ്പെടുന്നു. ആനർത്തൻ പണികഴിപ്പിച്ചതായതുകൊണ്ട് ഈ ദ്വീപിലെ കോട്ടയ്ക്ക് ആനർത്ത നഗരി അഥവാ ദ്വാരക എന്ന പേരുണ്ടായി. വരുണന് അദ്ദേഹത്തോട് വൈരം തോന്നി ആ കോട്ടകൾ സമുദ്രത്തിൽ മുങ്ങിക്കളയുകയുണ്ടായി. ശ്രീകൃഷ്ണൻ ജരാസന്ധനിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ അപ്പോൾ വനമായി കിടന്നിരുന്ന ഇവിടെ എത്തി. അങ്ങോട്ടുള്ള യാത്രാമാർഗമായ യോജന കണക്കിന് വിസ്താരമുള്ള സ്ഥലം വരുണന്റെ അനുഗ്രഹത്താൽ വെള്ളം ഒഴിവാക്കി യാത്രായോഗ്യമാക്കുകയുണ്ടായത്രേ. ഇവിടുത്തെ കുശസ്ഥലിയിലേക്ക് ശ്രീകൃഷ്ണനും സംഘവും മാറി താമസിക്കാൻ വരുമ്പോൾ സമുദ്രം തടസ്സമായി നിന്നിരുന്നു. അപ്പോൾ നീ എന്നെ ആദരിക്കുന്നെങ്കിൽ പിറകിലേക്ക് വലിയണം എന്ന് തിരമാലകളോട് ശ്രീകൃഷ്ണൻ പറഞ്ഞുവത്രേ. അപ്പോൾ അവ പിൻവലിയുകയുണ്ടായെന്ന് ഐതിഹ്യം പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് കടൽ കനിഞ്ഞു നൽകിയ വരദാനമായി ഈ നഗരത്തെ കണക്കാക്കുന്നു. ശ്രീകൃഷ്ണ നിർദ്ദേശപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് 10 യോജന വിസ്താരത്തിൽ ദ്വീപുണ്ടാക്കി. അതിനു ചുറ്റും സ്വർണമയമായി 7 മതിലുകളും ഓരോ മതിലും 4 ഗോപുരങ്ങൾ, ഓരോ ഗോപുരത്തിനും 3 എടുപ്പുകൾ. അങ്ങനെ കുശസ്ഥലി എന്ന ദ്വീപിൽ ഒരു നഗരം നിർമ്മിച്ചു. വീടുകൾ, നർത്തനശാലകൾ, മണ്ഡപങ്ങൾ തുടങ്ങിയവ 3.25 നാഴിക കൊണ്ട് നിർമ്മിച്ചതായി പറയുന്നു. ഇവ ഗൂഢമായിട്ടാണത്രേ തയ്യാറാക്കിയത്. ശ്രീകൃഷ്ണന് പ്രത്യേകമായൊരു മണിസൗധവും നിർമ്മിച്ചു. അതിൽ മണിക്കട്ടിലും ആ നഗരത്തിന് ദ്വാരകാപുരി എന്ന പേരുമിട്ടു. തൻ്റെ സാന്നിധ്യം അവിടെ എക്കാലവും ഉണ്ടായിരിക്കുമെന്ന് കൽപ്പിച്ചുകൊണ്ട് അത് മുക്തിക്കുള്ള ദ്വാരകവാടമായി എല്ലാവർക്കും തീരുമെന്നതിനാലാണ് ശ്രീകൃഷ്ണൻ തന്നെ ദ്വാരക എന്ന പേര് നൽകിയത്. ശ്രീകൃഷ്ണന്റെ യോഗശക്തിയാലാണ് ഇത് നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന് പറയപ്പെടുന്നു.